ഈ കുക്കു പരമേശ്വരൻ 2018 അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ കുറച്ച് പേരെ വിളിച്ചിട്ട് എന്നെ കുക്കു വിളിച്ചിട്ട് പറഞ്ഞു, WCC അമ്മയിലെ സ്ത്രീകൾക്ക് വേണ്ടി കരയേണ്ട, അമ്മയിൽ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ വിഷയങ്ങൾ, നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാം. നാളെ ഹോളിഡേ ഇന്നിൽ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, ഞാൻ വരാം. അപ്പൊ എനിക്കൊരു സംശയം, കുക്കു ഇതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലല്ലോ, കുക്കു പിന്നെ എങ്ങനെ വിളിക്കും? അപ്പൊ ഞാൻ നേരെ ബാബുവിനെ വിളിച്ചു. അന്ന് ബാബുവാണ് ജനറൽ സെക്രട്ടറി, ഇടവേള ബാബുവിനെ വിളിച്ചിട്ട്, ബാബു ഇങ്ങനെ കുക്കു വിളിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ കുക്കുവിനെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തതാണ്, കുക്കുവിനെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് നാളെ ഹോളിഡേയിൽ ചെല്ലുമ്പോൾ 12ഓളം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. KPC ലളിത ചേച്ചി ഉൾപ്പെടെ മഞ്ജു പിള്ള, പൊന്നമ്മ ബാബു, ബീന ആന്റണി, തസ്നി ഖാൻ, പ്രിയങ്ക, ഷംന കാസിം, ലക്ഷ്മി പ്രിയ, ലിസി ജോസ്, ഞാൻ, കുക്കു പരമേശ്വരൻ. നമ്മൾ വട്ടം കൂടി ഇരുന്ന് എല്ലാവരും കൂടെ ചർച്ചയാണ്. കുക്കുവാണ് പറയുന്നത്, നിങ്ങൾ പറയൂ, എന്തൊക്കെ കംപ്ലൈന്റ് ആണ്, പറയൂ എന്ന് പറഞ്ഞു. എല്ലാവരും അവരവരുടെ പരാതികൾ പറയുകയാണ്. പറഞ്ഞു തിരുമ്പോൾ നമ്മൾ റൗണ്ട് ആയിട്ടാണ് ഇരുന്നത്. നോക്കുമ്പോൾ 2 ക്യാമറ വെച്ച് ഇതുപോലെ റെഡ് ലൈറ്റ് കത്തുന്നത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഞാൻ കുക്കുവിനോട് വെച്ചാൽ എന്തിനാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് വേണം, ഇതൊരു തെളിവായിട്ട് നമുക്ക് വേണം, ഇത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കതൊരു കൺഫ്യൂഷനും ആയിരുന്നു, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നീട് താഴെ ഇറങ്ങി വന്നപ്പോൾ പറയുന്നു, അമ്മയിൽ കംപ്ലൈന്റ് സെല്ല് രൂപീകരിച്ചു, ഒന്ന് TV-യിൽ ഫ്ലാഷ് ന്യൂസ് പോകും. അങ്ങനെ കംപ്ലൈന്റ് സെല്ല് രൂപീകരിക്കാനും ഒന്നുമല്ല ചർച്ച നടന്നത്, അത് നമ്മൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു, ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്തത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, എന്താണ് അവർ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുന്നപ്പോൾ ഞാൻ അറിയിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉത്തരവാദിത്തമുള്ള ഭാരവാഹികളെ അറിയിച്ചത്. അവർ വന്ന് അവരുടെ അറിവോടെ എല്ലാം അത് നടന്നതെന്നാണ് പറഞ്ഞത്. പിന്നീട് ആ മെമ്മറി കാർഡ് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു, ഇടവേള ബാബുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അത് നശിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അതിനകത്ത് ഒരു വ്യക്തതയില്ല, ഇതുവരെ ഒരു വ്യക്തതയില്ല.